ഹായ് എവരിവൺ, ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത് കണ്ടൻറ് അവെയർ മൂവ് ടൂൾ എന്താണെന്നാണ്, അതിൻ്റെ ഉപയോഗം എങ്ങനെയാണ്, അത് വർക്ക് ചെയ്ത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം ഇതിനകത്ത് സെലക്ഷൻ മോഡുകളുണ്ട്. ഇത് നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ചാനലിൽ പോയി നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഓക്കെ, കണ്ടൻറ് അവെയർ മൂവ് ടൂൾ എടുത്ത ശേഷം ഇവിടെ മോഡ് കിടക്കുന്നത് ഞാൻ മൂവ് ആക്കിയാണ് ഇട്ടിരിക്കുന്നത്. മൂവ് ഉണ്ട്, എക്സ്റ്റെൻഡ് ഉണ്ട്, അതിൽ മൂവ് ആണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ആദ്യം. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു വെളുത്തുള്ളി ഞാനിങ്ങനെ സെലക്ഷൻ ചെയ്യുകയാണ്. സെലക്ഷൻ ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനെ മൂവ് ചെയ്ത് മാറ്റി ഞാൻ ഇങ്ങോട്ട് വെക്കുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കാം. ഈ ഒരു ഭാഗം ഫില്ലായിക്കൊണ്ട് തന്നെ ഈ വെളുത്തുള്ളി മാറി ഇങ്ങോട്ടിരിക്കുന്നു. അതായത് ഈ ഒബ്ജക്റ്റ് മാറി എന്ത് ചെയ്ത് ഇപ്പുറത്തോട്ട് ആ എഡ്ജെല്ലാം ഫില്ലായിക്കൊണ്ട് അതേ രീതിയിൽ മാച്ച് ചെയ്യുന്ന രീതിയിൽ ബ്ലെൻഡ് ആയിരിപ്പുണ്ട്. അതാണ് കണ്ടൻറ് അവെയർ ടൂള്, കണ്ടൻറ് അവെയർ മൂവ് ടൂള്. അതിനകത്ത് മൂവ് ചെയ്തപ്പോഴാണ് അങ്ങനെ സംഭവിച്ചത്. ഞാനതുപോലെ തന്നെ ബാക്ക് അടിക്കുകയാണ്. കൺട്രോൾ Z കൊടുക്കാം. ബാക്ക് അടിച്ചിട്ട് ഈ അടുത്ത ഓപ്ഷൻ, അതായത് എക്സ്റ്റെൻഡ് ഇട്ട ശേഷം ഞാൻ ഇതേപടി തന്നെ വർക്ക് ചെയ്ത് നോക്കുകയാണ്. എക്സ്റ്റെൻഡ് ഇട്ട ശേഷം അതേപടി തന്നെ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കോപ്പിയാണ്, സെയിം സംഭവം തന്നെ, പക്ഷേ അതിൻ്റെ കോപ്പിയാണ് വന്നിരിക്കുന്നത്. ആ ഒരു ഭാഗം അവിടെ തന്നെയുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് കണ്ടൻറ് അവെയർ മൂവ് ടൂൾ എന്താണെന്ന് മനസ്സിലായി കാണും. അടുത്ത രണ്ട് ഓപ്ഷൻ നോക്കാം എന്താണെന്ന്. സ്ട്രക്ചറും കളറും കിടപ്പുണ്ട്. ഞാൻ സ്ട്രക്ചർ ഒന്നിട്ടിരിക്കുകയാണ്. ഒന്നിട്ട ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ഇതേപടി തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ വെളുത്തുള്ളി സെലക്ഷൻ ചെയ്യുകയാണ്. ക്ലോസ് ചെയ്ത് സെലക്ഷൻ ചെയ്തു. എന്നിട്ട് ഇതെന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ മുളകിനടുത്തോട്ടാണ് ഞാൻ കൊണ്ടുവെക്കുന്നത്. അവിടോട്ട് കൊണ്ടുവെക്കുകയാണ്. കൊണ്ടുവച്ച ശേഷം സെലക്ട് ഡീസെലക്ട് ചെയ്യുന്നു. ഇതേപടി തന്നെ വീണ്ടും ഞാൻ സെലക്ഷൻ ചെയ്തിട്ട് അതേപടി തന്നെ സെലക്ഷൻ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഒന്നിന് പകരം ഞാൻ 7 ഇടുന്നു, അതിനെ കൊണ്ടുവന്ന് വെക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്താണ് വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകും. ഇത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഷാഡോ ഉൾപ്പെടെ, അതായത് അതിന് ചുറ്റും കിടക്കുന്ന എഡ്ജിനെ ഫെദർ ചെയ്തുകൊണ്ടായിരിക്കും കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ വരുന്നത്. അതായത് ബ്ലെൻഡ് ചെയ്തുകൊണ്ടുള്ള രീതിയിൽ. എന്നാൽ കുറവാണ് കിടക്കുന്നതെങ്കിൽ അങ്ങനെ വരുന്ന, അതായത് നമ്മൾ കൊണ്ടുവെക്കുന്ന ഒബ്ജക്റ്റ്, ഈ ചില്ലിയുടെ അടുത്താണ് ഒബ്ജക്റ്റ് കൊണ്ടുവെക്കുന്നത്, അതുമായിട്ട് എന്ത് ബ്ലെൻഡ് ചെയ്ത് നിൽക്കുന്ന രീതിയിലായിരിക്കും നമ്മൾ സ്ട്രക്ചർ കൂടുതൽ ഇട്ടാൽ വരുന്നത്. ഓക്കെ, അടുത്തത് കളർ. ഇതുപോലെ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, കളർ 0 ഇട്ട് കൊടുക്കുകയാണ്. 0 ഇട്ട് കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനെ സെലക്ഷൻ ചെയ്യുന്നു. ഇങ്ങോട്ടൊന്ന് മാറ്റി വെച്ച് നോക്കാം. അതേപടി തന്നെ കളറിനെ എന്ത് ചെയ്യുന്നു, കൂടുതലിടുന്നു, സെലക്ഷൻ ചെയ്യുന്നു, ഇതേപടി തന്നെ മാറ്റി വെക്കുന്നു. അപ്പോൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഇതിനകത്ത് ഉണ്ടോ കളറിൻ്റെ ഈ എഡ്ജ്, അതായത് ബ്ലെൻഡ് ആയിട്ടില്ല. ഇവിടെ എന്ത് ചെയ്യുന്നു, എഡ്ജ് ബ്ലെൻഡ് ആയിട്ടാണ്, കളർ എന്ത് ചെയ്യുന്നത്, മാച്ച് ചെയ്താണ് പോയിരിക്കുന്നത്. ഇവിടെ എന്നാൽ കൊണ്ടുവെക്കുന്ന ഒബ്ജക്റ്റിനനുസരിച്ചാണ് ഇത് വർക്ക് ചെയ്യുന്നത് സ്ട്രക്ചർ. ഓക്കെ, ഇതാണ് സ്ട്രക്ചറും കളറും തമ്മിലുള്ള വ്യത്യാസം. അടുത്തതെന്ന് പറഞ്ഞാൽ സാമ്പിൾ ഓൾ ലേയേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കിടപ്പുണ്ട്. അത് ഇവിടെ ഓണായി കിടക്കുകയാണ്, എന്നാൽ ഇവിടെ കാണുന്നില്ല, ഹൈഡായി കിടക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയ ലെയർ ഇടുകയാണെങ്കിൽ അത് ഓണായിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഓഫായി കിടക്കുകയാണെന്ന് കരുതുക. ഓഫായി കിടക്കുകയാണെങ്കിൽ ഞാൻ ഇത് സെലക്ഷൻ ചെയ്ത ശേഷം ഞാൻ ഇത് ഇങ്ങനെ വലിക്കാൻ നേരം അനങ്ങത്തില്ല. കാര്യം ആ ഏരിയയിൽ ഒന്നും ഇല്ല എന്നാണ് കാണിക്കുന്നത്. കാര്യം ഈ ലെയറിലൊന്നുമില്ല. അപ്പം ഞാൻ അതേപോലെ തന്നെ ഈ സാമ്പിൾ ഓൾ ലെയർ എന്ത് ചെയ്യുന്നു, ഓണാക്കിയ ശേഷം ഞാൻ ഇങ്ങനെ വലിക്കുകയാണെങ്കിൽ അത് ഫെയ്ഡായിട്ട് തന്നെ, അതിപ്പോൾ കൂടുതൽ കിടക്കുന്നതുകൊണ്ടാണ് ഇവിടെ. ഓക്കെ, അത് എന്ത് ചെയ്യുന്നു, പുതിയ ലെയറിലായിരിക്കും അത് വരുന്നത്. അതാണ് അതിൻ്റെ പ്രത്യേകത സാമ്പിൾ ഓൾ ലെയേഴ്സിൻ്റെ. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫോം ഓൺ ക്രോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഞാൻ സെലക്ഷൻ ചെയ്യുമ്പോൾ കൊണ്ടുവെക്കാൻ നേരം ഈ ട്രാൻസ്ഫോം ക്രോപ്പ് ചെയ്തിട്ടാണ് വെക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വലിപ്പം കൂട്ടി ഇങ്ങനെ കുറച്ച് എന്ത് ചെയ്യാം, നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൊട്ടേഷൻ ചെയ്തിട്ടോ എന്താണെന്ന് വെച്ചാൽ അത് ബ്ലെൻഡായിട്ട് തന്നെ വരികയും ചെയ്യും. ഇതാണ്, ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. ഓക്കെ അല്ലേ?